നമ്മുടെ ഇവിടെ കേരള സർവകലാശാലയുടെ കലോത്സവം നടന്നു. വാസ്തവത്തിൽ വളരെ 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 ദയനീയമായ അക്രമരംഗങ്ങളാണ് ഉണ്ടായത്. എന്നിട്ടൊരു ഇപ്പോൾ ജഡ്ജി അധ്യാപകൻ, അതെ, ആ മാർഗം കളിയുടെ ജഡ്ജി അല്ലേ, ഷാജി എന്നല്ലേ മരിച്ച ആളുടെ പേര്? അല്ല, ഇന്നലെ കണ്ണൂരിലെ പേര് ആ നടന്ന കൊലപാതകം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. മകൻ പിന്നെ പറഞ്ഞു, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ജഡ്ജി കോഴ വാങ്ങിയെന്നാണല്ലോ. ആ കലോത്സവം നടത്തിയത് തന്നെ ആരാ? CITUക്കാരാ. എനിക്ക് വ്യക്തിപരമായി വേദന തോന്നിയത് കേരള സർവകലാശാല പുനഃസംഘടിപ്പിച്ച ശേഷം അതിൻ്റെ രണ്ടാമത്തെ ചെയർമാൻ ഞാനായിരുന്നു. ആദ്യത്തേത് തലേക്കുന്നിൽ ബഷീർ. ഞങ്ങൾ നടത്തിയ ആ തിരുവനന്തപുരത്ത് ആദ്യം നടത്തിയ കലോത്സവം ഞാനായിരുന്നു കൺവീനർ. രണ്ടാമത് കോട്ടയത്ത് നടത്തി. അന്ന് ഞാൻ ചെയർമാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സെക്രട്ടറിയുമാണ്. നിങ്ങളൊക്കെ ഓർമ്മയിൽ ഇല്ലാത്ത കാര്യമായതുകൊണ്ട് പറയാം. അന്ന് സർവകലാശാല യുവജനോത്സവങ്ങളെ എത്ര കുറ്റമറ്റ രീതിയിലാണ് നടത്തിയത്. ജഡ്ജിമാരെ വിളിക്കുന്നത് ആരാ? അന്ന് യൂണിവേഴ്സിറ്റിയുടെ വെൽഫെയർ ഡയറക്ടറുണ്ട്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ഏതെങ്കിലും ആ കാലത്ത് SFI ഇപ്പോൾ SFIയുടെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പരാതി വന്ന കോഴ അവിടെ അടി നടന്നു. മാർഗം കളി കഴിഞ്ഞ് KSUവിൻ്റെ ഒരു പ്രവർത്തകയെ കൊണ്ടുവന്ന് SFIക്കാർ ആക്രമിക്കുന്നത് കണ്ടു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പൂക്കോട്ട് നിന്ന് ആരംഭിച്ചതായിപ്പോൾ കേരള സർവകലാശാലയിലെ ഈ SFI ഗുണ്ട ആക്രമണത്തിൽ ഒരാൾ കൂടി രക്തസാക്ഷിയായിരിക്കുന്നു. അതേക്കുറിച്ച് ഗൗരവമായി ഇത് SFI അക്രമത്തിനെതിരായി കേസ് ചാർജ് ചെയ്യണം. അത് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് KSU പ്രസിഡന്റ് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥി ഈ സർവകലാശാല കലോത്സവത്തിലുണ്ടായ ഇതിൻ്റെ പേരിലുണ്ടായ അക്രമവും കൊലപാതകവുമായതുകൊണ്ട് KSU അതിനെ ശക്തിയായി പ്രതികരിച്ചുകൊണ്ട് അതിന്മേൽ തുടർ നടപടികളുമായി മുമ്പോട്ട് പോകും. ഷാജിയാണ് കണ്ണൂരിലെ. ഇന്നലെ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരൻ അവരുടെ വീട്ടിൽ പോയി അമ്മയോട് സംസാരിച്ചു. അദ്ദേഹം പ്രതികരിച്ചു. ഇത് SFI നടത്തിയ കൊലപാതകമാണെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് മാധ്യമങ്ങളിൽ കണ്ടു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഈ കൊലപാതകത്തിന് കേസെടുത്ത് അന്വേഷിക്കണം. പൂക്കോട്ടൂർ വന്നപ്പോൾ തന്നെ ഞങ്ങളന്ന് പറഞ്ഞു, KPCCയും UDF ഒക്കെ പറഞ്ഞു, ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന വയലൻസ് കൂടിക്കൂടി വരിക. ആ വയലൻസിനെ കുറിച്ച് ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണം. അത് ഗവൺമെൻറ്റിനോടല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇവിടെ നടന്ന പത്രസമ്മേളനത്തിലാണ് ഞാനും പറഞ്ഞത്. ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുക, ഒരു സിറ്റിംഗ് ജഡ്ജിയെ വയലൻസ് അന്വേഷിക്കാൻ നിയോഗിക്കണം. മുഖ്യമന്ത്രിയോടും ഹൈക്കോടതിയോടും ഞങ്ങൾക്കൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. പൂക്കോട്ട് വെറ്റിനറി സർവകലാശാല പോലെ SFIക്കാർ ഗുണ്ടകൾ ഭരണം നടത്തുന്ന ചില ക്യാമ്പസുകൾ, അതെല്ലാം വയലൻസിൻ്റെ ക്യാമ്പസുകളാണ്. ആ വയലൻസ് നടത്തുന്ന SFI ക്യാമ്പസുകളിൽ SFIയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ ക്യാമ്പസുകളിൽ അവരുടെ പ്രവർത്തനം നിരോധിക്കാൻ യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ്റും തയ്യാറാവണം. കാരണം വയലൻസ് നടത്തുന്ന ഏത് സംഘടനയും SFI ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ മറ്റ് പല തീവ്രവാദി സംഘടനകൾ വയലൻസ് നടത്തുന്നുണ്ട്. അവരെല്ലാം അവിടുത്തെ കോളേജ് യൂണിയൻ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അവിടെ സംഘടനാ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുന്നതുകൊണ്ടല്ലേ ഈ അക്രമം നടത്തുന്നത്. അങ്ങനെയുള്ള ക്യാമ്പസുകളിൽ SFIയുടെ പ്രവർത്തനം നിരോധിക്കാനും മറ്റ് പല വർഗീയ സംഘടനകളിലെയും വിദ്യാർത്ഥി സംഘടനകളിൽ ഇതുപോലെ ക്യാമ്പസുകളിൽ വയലൻസ് നടക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനവും നിയന്ത്രിക്കാൻ യൂണിവേഴ്സിറ്റി തയ്യാറാവണം. ഇത് കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.